ആ ശരി. ആ സാറേ നമസ്കാരം. രാജേന്ദ്ര സാറേ ഒന്ന് കൈ കാണിക്ക്. അവർ വളരെ എനർജറ്റിക്കാണ്. അവർ ആദ്യമേ കയറിയിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളാണ്. വളരെ മനോഹരമായ സൈറ്റാണ്. നല്ല തിരക്കാണ് ഇവിടെ. കാരണം അതിനു വേണ്ടി കാണാനുണ്ട്. രസകരമായ വർത്ത് വിസിറ്റിംഗ് എന്ന് പറയുന്നത് പോലെ കാണേണ്ടതാണ്. അതാണ് ആളുകൾ വരുന്നത്. ആളുകൾക്കറിയാം എവിടെയാണ് പോയി കാണേണ്ടത്, എവിടെ പോയാൽ കാണാം എന്നൊക്കെ ഉള്ള കാര്യം ആളുകൾക്കറിയാം. ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. ദ ജയന്റ് ബുദ്ധ. വേക്കൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് കാണുമെന്നറിയാൻ വയ്യ. ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. Ja, aber Sie sind emotional und അവ ജയന്റ് ബുദ്ധയുടെ ചുറ്റുപാടും നടന്നു നോക്കുകയാണ്. ഇവിടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ പ്രമേസാണ്. പിന്നെ ഇതുവഴിയൊക്കെ തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കിപ്പം ഇങ്ങോട്ടൊന്നും ആരും പോയിട്ടുണ്ടെന്ന് തോന്നണില്ല. സമയമില്ല. 2 മണിക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ടൊന്നും ആരും വന്നിരിക്കാൻ സാധ്യതയില്ല. അതിലും വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഇടങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വിശാലമായ ഏരിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഇപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. സമയം അധികം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കെല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഒരല്പം കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റേതായ മെച്ചമുണ്ട്. നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അതാണ് സംഭവം. അപ്പോൾ ഒന്ന് ചുറ്റുപാട് നടന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിക്കും. ചുറ്റുപാടൊന്ന് നടന്നിട്ട് വരാം. ആൾക്കാരൊക്കെ വീഡിയോയും ഫോട്ടോയും എടുക്കുക തിരക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലം ആയതുകൊണ്ട് ആരായാലും ഫോട്ടോയൊക്കെ എടുത്തു പോകും. വളരെ മനോഹരമായ അതിമനോഹരമായ ദ്വീപാണ് ഹോങ്കോങ്. ഹോങ്കോങ്ങിൻ്റെ സൗന്ദര്യം മൊത്തം മനസ്സിലാകും ഇതുവഴി നടന്നാൽ. കണ്ടോ, കായൽ ഒക്കെ ദൂരെ കാണാം. കായലിലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ. 200ഓളം ദ്വീപുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 15 ദ്വീപുകളിൽ മാത്രമേ ആൾപ്പാർപ്പുള്ളൂ. ഏത് മരമെന്നറിയാൻ വയ്യ. വളരെ മനോഹരമായ ഭംഗിയുള്ള പൂകൾ.
മനോഹരമായ ഭംഗിയുള്ള പൂക്കൾ. ഫോഗ് എന്താ അതിൻ്റെ മനോഹാരിത. അപ്പം നേരിട്ട് കാണുമ്പം ആണ് അതിൻ്റെ വലിയ മനോഹാരിത. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്നറിയാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് പോവാൻ തോന്നൂല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഇതാ പിങ് പോങ് മൊണാസ്ട്രി. അവിടെ ഏതോ ഒരു ഹോട്ടലിലാണ് നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് 150 ഹോങ്കോങ് ഡോളർ വെച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്, തന്നിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നല്ല ഹോട്ടൽ നോക്കി ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നു. പ്യോങ് പോങ് മൊണാസ്ട്രി ബുദ്ധ മൊണാസ്ട്രിയാണ്. ബുദ്ധമതം, താവോയിസം, കൺഫ്യൂഷനിസം ഇതൊക്കെയാണ് ഇവിടെയുള്ള മതങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മതങ്ങളെല്ലാം ഉണ്ട്. ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ജുദായിസം, അങ്ങനെ എല്ലാം ഉണ്ട്. സിഖ് മതം എണ്ണത്തിൽ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരാണ്. സമാധാന മതം, അതിൻ്റെ ഒരു ഐശ്വര്യം അതുകൊണ്ട് തന്നെ ഈ നാട്ടിനുണ്ട്. ഇസ്ലാം മതമുണ്ട്. ഇവിടെയുള്ള കാഴ്ചകൾ ഇറങ്ങിപ്പോകാൻ പല പല വഴികളുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ബുദ്ധപ്രതിമയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ദൃശ്യം. ഹലോ സുഹൃത്തുക്കളെ, ഓൾ ഇൻ മൊണാസ്ട്രിയുടെ കീഴിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലെ ഭക്ഷണമാണ്. അപ്പോൾ ബൊഫയാണ്. ബൊഫെ എന്ന് പറഞ്ഞാൽ പെർ ഹെഡ് $150. അപ്പോൾ ഞാൻ രാജേന്ദ്രൻ സാറും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ $300. ഡോളർ എന്ന് വെച്ചാൽ ഹോങ്കോങ് ഡോളറാണ്. ഡോളറിൻ്റെ ഭക്ഷണമാണ്. വളരെ രുചികരമായ ഭക്ഷണമാണ്. ഇത് ഐറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അത്ര അറിയാൻ നിവൃത്തിയില്ല. മഷ്റൂമുണ്ട്, പിന്നെ സൂപ്പുണ്ട്, പിന്നെ ഇല, ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഇലകൾ തന്നെയാണ്. ഇലകളുടെ ഉള്ള ഒരു വിഭവം. അതിൽ മഷ്റൂമുണ്ട്, പിന്നെ ഇവിടെ മഷ്റൂമും എല്ലാം ചേർന്നുള്ള ഒരു സലാഡ്, പിന്നെ ഇവിടെ ഇതിനെന്താ സാറേ പറയുന്നത്, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു വിഭവമാണ്. തായ്ലൻഡിൽ വന്നാൽ കഴിക്കേണ്ടത്. തായ്ലൻഡ് എന്നേ വരുള്ളൂ. ഹോങ്കോങ് സാറ് പറഞ്ഞ ഭാഗ്യമായി, അല്ലേ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതിന്. ഇനി ഇത് മുട്ട കൊണ്ട് അത് എനിക്കത്ര പറ്റില്ല. അത് രാജേന്ദ്ര സാറിനോട് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ഈ ഫുഡ് എന്ന ഒരു എപ്പിസോഡ് ഇതിന് വേണ്ടി ഉണ്ട് എന്ന് നമ്മുടെ
ഡോക്ടർ ദമ്പതിമാർ പറഞ്ഞു ഒരു എപ്പിസോഡിനുണ്ടെന്ന്. അപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. സംഗതി കറക്റ്റ് ശരിയാണ്, ഒരു എപ്പിസോഡിന് വേണ്ടിയുണ്ട് ഡോക്ടർ. നല്ല രുചിയുണ്ടായിരുന്നു. അത് സാർ നല്ല രുചിയുണ്ടായിരുന്നു. നല്ല രുചി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മഷ്റൂംസ്, ഇലക്കറികൾ, വൈറ്റമിൻ, ടോഫു ബീൻ കർഡ് സ്വീറ്റ്. അതാണ് വെജിറ്റേറിയൻ ചിക്കൻ. അത് മുട്ട ചേരുന്നതാണോ സാർ? അല്ലല്ലേ? ഓ, ഞാൻ മുട്ടയെന്ന് പറയണമെങ്കിൽ എനിക്ക് പറ്റൂല. ഓ, സോയാബീൻ. ഓക്കെ, താങ്ക് യു. അപ്പം സാറേ പറഞ്ഞത് നന്നായി, ഞാൻ പോയി കഴിക്കട്ടെ. ഞാൻ അത് മൊത്തം രാജേന്ദ്രൻ സാറിനോട് കഴിക്കാൻ പറഞ്ഞു. സാറ് കഴിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് 2 എണ്ണം തിരിച്ചിങ്ങോട്ട് വാങ്ങാം. ഗ്രീൻ ടീയുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് ശേഷം കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം. അപ്പോൾ സാറേ അത് മുട്ടയല്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാനും കൂടെ കഴിച്ചോളാം, കുഴപ്പമില്ല. സാറിനെ പാത്രം ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് കഴിക്കണം, എനിക്ക് വിശന്ന് തുടങ്ങി, ഞാനും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ബൈ. ഹലോ, നമസ്കാരം. അപ്പോൾ പിങ് പോങ് മൊണാസ്ട്രിയുടെ സമീപത്തുള്ള അവരുടെ വെജിറ്റേറിയൻ പിങ് പോങ് മൊണാസ്ട്രിയുടെ ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. 150 രൂപയാണ്. 150 രൂപയല്ല, സോറി, ഹോങ്കോങ് ഡോളർ. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 11 ഉറുപ്പിയോളം വരും. അപ്പോൾ ഏകദേശം $150, ഒരു 1500 മേളിൽ തുകയാവും. പക്ഷേ നല്ല വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നല്ല ഹോങ്കോങ്ങിൻ്റെ തനത് വെജിറ്റേറിയൻ ഫുഡ്, വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള, വളരെ രുചികരമായ ഭക്ഷണം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കുറേ ഇലക്കറികളും മമോസ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അത് ഈ പ്രിമൈസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ല, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ വൃക്ഷങ്ങൾ ഒക്കെ വളരെ മനോഹരമായിട്ട്. ശ്രീബുദ്ധൻ. സമയം കുറച്ച് സമയമുള്ളൂ, ഇനി അരമണിക്കൂറേ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് പോവുകയാണ്. ഇവിടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്, പക്ഷേ സമയമില്ല. അപ്പോൾ പിങ് പോങ് മൊണാസ്ട്രിയും കൂടെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് പിങ് പോങ് മൊണാസ്ട്രി. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തണം. അതാണ് മൊണാസ്ട്രി. ബുദ്ധൻ്റെ വിവിധ പോസ്റ്ററിലുള്ള, വിവിധ യോഗയിലുള്ള 3 വിഗ്രഹങ്ങളാണ്. അവിടെ ഈ പിങ് പോങ്ങിലേക്ക് 260 ചവിട്ടുപടി കയറി എത്തുകയും ബുദ്ധൻ മൊണാസ്ട്രിയൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്താൽ, സന്നിധാനത്തിലെത്തിയാൽ എല്ലാ പാപങ്ങളും മാറും, എന്നിട്ട് പരിശുദ്ധീകരിക്കപ്പെടും എന്നാണ് സങ്കല്പം. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയായിരിക്കണം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഉണർവ് ഒക്കെ തോന്നുന്നുണ്ട്.
പിങ്പോങ് മൊണാസ്ട്രി ഇവിടെ ഉൾവശമാണ് കാണുന്നത്. ഇവിടെയൊക്കെ സൈലൻസാണ്, അതുകൊണ്ട് ഇനി ശബ്ദം ഉണ്ടായിരിക്കുന്നതല്ല. മെഡിറ്റേഷൻ ഹാൾ. ബുദ്ധ മൊണാസ്ട്രികളിലെല്ലാം മെഡിറ്റേഷൻ ഹാൾ ഉണ്ടായിരിക്കും. ഇതാ മെഡിറ്റേഷൻ ചെയ്യാനുള്ള പീഠങ്ങൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.